വ്യവസായ സൗഹൃദമെന്നും പാവപ്പെട്ടവർ ഇല്ലാത്ത സംസ്ഥാനമെന്നും മേനി നടിക്കുന്ന കേരളത്തിലാണ് കൃഷി നഷ്ടത്തിലായി സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് വീണ്ടും ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തത്. വെറും കർഷകനല്ല, സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ ലഭിച്ച ജില്ലയിലെ തന്നെ മികച്ച കർഷകനിൽ ഒരാളായ ഏലിയാസ് അമ്പാട്ടാണ് വിഷം കഴിച്ച് ചികിത്സയിലിരിക്കെ ഇന്ന് മരണമടഞ്ഞത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ഏലിയാസിന്റെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജി ജോസഫ് പറഞ്ഞു. ഇതൊരു സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണ്. കർഷകർക്കുള്ള സബ്സിഡി പോലും വിഷം കഴിച്ചതിനു ശേഷമാണ് ലഭിച്ചതെന്നും ആ മനോവിഷമം അദ്ദേഹം പലരോടും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അത് സമയത്ത് ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ആത്മഹത്യ തന്നെ ഒഴിവാക്കാമായിരുന്നു. ഏലിയാസിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത സർക്കാർ അടിയന്തരമായി ഏറ്റെടുക്കണമെന്നും കുടുംബത്തിന് ആശ്വാസധനമെന്ന നിലയിൽ 10 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നും MLA പറഞ്ഞു. ഇന്ന് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലെ ഏലിയാസ് അമ്പാട്ട് എന്ന കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവം അത്യന്തം വേദനാജനകമാണ്. മികച്ച കർഷകനുള്ള പുരസ്കാരങ്ങൾ വാങ്ങിയ ഈ കർഷക സുഹൃത്ത് വലിയ കടബാധ്യത കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു. 4 ദിവസം മുമ്പാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇദ്ദേഹത്തിന് വലിയ കടക്കണിയുണ്ടായിരുന്നു. നിരവധി ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് കൃഷിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കടങ്ങളുമൊക്കെ അദ്ദേഹത്തെ വലിയ നിലയിൽ തന്നെ അദ്ദേഹത്തിന് കടം തിരിച്ചടയ്ക്കാനാകാതെ ജീവിതം മുന്നോട്ട് പോകാൻ ആകാതെ അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി എന്നതാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞത്. അദ്ദേഹത്തെപ്പറ്റി നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. നല്ല കർഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലത് മാത്രമേ ജനങ്ങൾക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള സബ്സിഡികൾ അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ സഹായങ്ങൾ ഒന്നും തന്നെ സമയത്ത് കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് കിട്ടേണ്ട ചില ആനുകൂല്യങ്ങൾ വകുപ്പ് കൃഷി വകുപ്പ് അദ്ദേഹത്തിന് അക്കൗണ്ടിലേക്ക് മാറിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സമയത്ത് തന്നെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ഇതുപോലെയുള്ള ഒട്ടേറെ സംഭവങ്ങളാണ് മലയോര മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കർഷക ആത്മഹത്യകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടർക്കഥയായി മാറുകയാണ്. കഴിഞ്ഞ വർഷമാണ് ജോസ് എന്ന കർഷകൻ കരുവഞ്ചാലിൽ ആത്മഹത്യ ചെയ്തത്. മറ്റ് സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കർഷകർ ഈ മലയോര മേഖലയിൽ കഴിഞ്ഞ ഈ വർഷങ്ങളിൽ ഒക്കെ തന്നെ ആത്മഹത്യ ചെയ്ത സാഹചര്യമുണ്ടായി. ഇത് വളരെ ഗൌരവമായ കാര്യമാണ്. സർക്കാർ ഈ രംഗത്ത് കാർഷിക മേഖലയോട് കാണിക്കുന്ന അവഗണന, കർഷകരോട് കാണിക്കുന്ന വിവേചനപരമായ നിലപാടുകൾ, അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും സമയത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്തതും ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ നഷ്ടപരിഹാരം സമയത്ത് കൊടുക്കാൻ സാധിക്കാത്തതുമൊക്കെ കർഷകരെ വലിയ തോതിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വായ്പയെടുത്ത കർഷകനെ സംബന്ധിച്ച് ജപ്തി ഭീഷണി വലിയ പ്രശ്നമായി ഇവിടെ നിൽക്കുകയാണ്. ഈ സംഭവത്തിൽ ഈ കർഷക കുടുംബത്തെ സഹായിക്കാനും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും സർക്കാരിന് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ആ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കണം. ഇനിയും ഇത്തരത്തിലുള്ള കർഷക ആത്മഹത്യകൾ ഉണ്ടാകാതിരിക്കാനുള്ള അടിയന്തരമായ നടപടികൾ, കർശനമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം മലയോര മേഖലയിൽ ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധത്തിന് മുന്നിൽ ശക്തമായ പ്രക്ഷോഭം മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾ എല്ലാവരും നിർബന്ധിതരായിരിക്കുകയാണ്. സർക്കാരിന്റെ കർഷകരോടുള്ള വിവേചനം അവസാനിപ്പിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഈ കുടുംബത്തിന് അവർക്കാവശ്യമായ സഹായങ്ങൾ, അവർക്കാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെ ഉടനെ നൽകി ഈ കുടുംബത്തെ സഹായിക്കാനും അത് ഏറ്റെടുക്കാനും സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്.